നമസ്കാരം. ഞാൻ ജയന്താണ്. ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് സത്യത്തിൽ ഈ റിവ്യൂ പറയാനായിട്ട് നല്ല വിഷമമുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പടത്തിൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ട് ഞാൻ റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കരുതി അടുത്ത ഒരു പ്രൗഢാടിയോ ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു. അൽഫോൺസ് പുത്രൻ്റെ ഒരു ചിത്രം ഇറങ്ങിയായിരുന്നു, പൃഥ്വിരാജിൻ്റെ. എനിക്ക് ആ ഒരു ടൈപ്പൊക്കെയാണ് തോന്നി. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ എനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഈ ഒരു പടം കണ്ടതിന് ശേഷം. കാര്യം നമ്മൾ ഒരു കാര്യവും അറിയാതെ നമ്മൾ ഒന്നിനെയും കുറിച്ച് പറയരുത് എന്നെനിക്ക് ഇവിടെ വെച്ച് മനസ്സിലായ കാര്യം. ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. പടം പൊട്ടും അല്ലെങ്കിൽ പൊട്ടത്തില്ല, പൊട്ടും അല്ലെങ്കിൽ പൊട്ടത്തില്ല. പക്ഷേ വേറെ റേഞ്ച് പറയാതിരിക്കാൻ വയ്യ. വേറെ റേഞ്ച് മരണ മാസ് സാധനം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ കയറി കണ്ടിറങ്ങാൻ പറ്റുന്ന രീതിക്ക് ഒരു മെഗാ സൂപ്പർ ഡ്യൂപ്പർ സാധനമാണ് ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ ചിത്രം. പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നോക്കിപ്പോലും നമുക്ക് ഒരു നല്ല വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സുഖമായി ഇരുന്ന് കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു നല്ല വിഷമമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ഒരു 6000 രൂപ നഷ്ടപ്പെട്ടു. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കായിരുന്നു. എൻ്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് തോന്നുന്നു നഷ്ടപ്പെട്ടു. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ചിത്രം കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പൈസ പോയതിൻ്റെ ഒരു ടെൻഷനിൽ ഞാൻ വിചാരിച്ചു, വേണ്ട, എന്തിനാ കാണുന്നത്, പൈസ പോയല്ലോ. എൻ്റെ കൊടുത്ത് കാണാനുള്ള പൈസയും കയ്യിലില്ലായിരുന്നു, ബാക്കിയൊക്കെ അക്കൗണ്ടിലായിരുന്നു. അതുകൊണ്ട് ഞാൻ കരുതി കാണണ്ട, എന്തിനാ. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ ഒരു ചിത്രം പോയ പൈസ പോയി, 16,000 പോയി. നമ്മളിനി പോയതിനെ കുറിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മലയാളികളുടെ കുഴപ്പമാണ്, പോയതിനെ പറ്റി നമ്മളിങ്ങനെ വിഷമിച്ച് ചിന്തിച്ചിരിക്കും. പോയത് പോയി. 6 പോയാൽ നാളെ 12 വരും. ആ ഒരു മനസ്സിലിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പടം പോയി കണ്ടു. ചിരിച്ച് തിരിച്ച് മണ്ണ് തുപ്പുക എന്ന് പറഞ്ഞിട്ടില്ലേ, മണ്ണ് തുപ്പി. ഒരു കാര്യം പറയാലോ, മണ്ണ് തുപ്പി. നിഖില വിമല്, യോഗി ബാബു, അനശ്വര രാജൻ, സിജു സണ്ണി, ബേസിൽ ജോസഫ്, പൃഥ്വിരാജ്, ഇവരെയൊക്കെ ഓരോ അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. അവർ മുഖം വെച്ചിട്ട്, എവിടെ ഫേസ് വെച്ചിട്ട് അവർ കാണിക്കുന്ന ഓരോ എക്സ്പ്രഷൻസും ഉണ്ടല്ലോ, നമ്മളങ്ങ് ഉള്ളിൽ നിന്ന് ചിരിക്കുകയാണ്. അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. കാര്യം നമുക്ക് പല ആൾക്കാരും പല കോമഡികളും പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ ഓരോ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് ചിരിച്ചു പോവും. ഒരു മാജിക്, വിപിൻ ദാസ് മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് സത്യത്തിൽ പറയാം. കാര്യം ജയ ജയ ഹോ എന്നൊക്കെ പറയുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. എന്തായാലും അതൊക്കെ മേലെ അതിൻ്റെ ഒരു 2 പടി മുന്നിലെടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിത്രമാണ് ഈ പറയുന്ന. എല്ലാവരും പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണും. കാര്യം തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൻ നഷ്ടമാണ്. ഉള്ള കാര്യം പറയാലോ, വൻ നഷ്ടമാണ്. കാര്യം ഞാൻ വിചാരിച്ചു ഒരു ബ്രോഡാടിയാവാൻ ഇത്. കാര്യം ആടുജീവിതം എന്ന് പറയുന്നൊരു പടം എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആടുജീവിതം കണ്ട് കരഞ്ഞു എന്ന് പറയുന്ന കുറേ നാറികൾ, കുറേ തെണ്ടികൾ, അവർക്ക് വന്ന് സന്തോഷത്തോടെ കണ്ട് ഇനി ചിരിച്ച് ചിരിച്ച് സന്തോഷിക്കാൻ പറ്റിയ ഒരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പടം അവസാനം ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കൊരു റെഫറൻസ്, നമ്മളൊരു കണ്ടു മറന്ന ഒരു റെഫറൻസ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതൊരു ആ ഒരു കണ്ടു മറന്ന ചിത്രത്തിലെ നടനൊക്കെ തന്നെയാണ് വരുന്നതും. അതിൽ ചില ഡയലോഗ്സ് അവർ പറയുന്നുണ്ട്. നമുക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ചിത്രം നമ്മൾ എപ്പോൾ ടി വി വന്നാലും നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ്. നമുക്ക് ഇതിലൊരു പുതിയൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. കാര്യം അതിൽ ആ ഡയലോഗൊക്കെ ആണെങ്കിൽ പോലും, പിന്നെ അതിൽ ഒരു മെയിൻ കഥാപാത്രമാണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നമുക്ക് ആ ഒരു ചിത്രം കണ്ടതിൻ്റെ ഒരു ഫീലും ഈ ഒരു പടം കണ്ടപ്പോൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു നല്ല മെസ്സേജ് ആണെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് പോയി കാണല്ല. അങ്ങനെ പോകാനിരിക്കുന്നവർ പോണ്ട, നിങ്ങൾ പോണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോ, നിങ്ങൾ പോണ്ട ഞാൻ പറയും. പക്ഷെ പടം വേറെ ലെവല്, അന്യായ മരണമാസ്. പ്രത്യേകിച്ച്
പടത്തെ പറ്റി വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതേ ഇനി പറയാനുള്ളൂ. സന്തോഷത്തോടെ, വിഷമമൊക്കെ ഉള്ള ഓരോരുത്തർക്കും നമുക്ക് സന്തോഷത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണിത്.